ഇന്നത്തെ എപ്പിസോഡിനകത്ത് സിബിൻ കാണിച്ച് മോശമായ ഗസ്റ്റർ സിബിന് പണി കിട്ടി അല്ലെ, വാണിംഗും കിട്ടി. ലാലേട്ടൻ എന്താണ് സിബിനെ പറയാൻ പോകുന്നത്? തീർച്ചയായിട്ടും ലാലേട്ടൻ സിബിനോട് തീർച്ചയായിട്ടും കർശനമായ ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു താക്കീത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ യാതൊരു ഇടപാടും ഇനി ജാസ്മിനായിട്ടില്ലെന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അർജുനും ജാൻമണിയും തമ്മിലുള്ള പ്രശ്നം. ജാൻമണി അടുത്ത് ഇന്ന് അർജുൻ പറഞ്ഞത് മനസ്സുകൊണ്ട് പറഞ്ഞാണോ, ഇന്റൻഷനലി മനഃപൂർവ്വം പറഞ്ഞാണോ? ഇത്രയ്ക്ക് മനസ്സിൽ കൊള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ അടുത്തൊരു കാര്യം, ജയിലിനകത്ത് ജാസ്മിന്റെ ചീപ്പ് ഷോ. ഇതാണോ സ്ട്രോങ് പ്ലെയർ? ഇങ്ങനെയാണോ സ്ട്രോങ് പ്ലെയർ കളിക്കേണ്ടത്? പിന്നെ നോറ എങ്ങോട്ടൊക്കെയാണ് കളിച്ചുകൊണ്ട് പോകുന്നത്? എന്താണ് കളിക്കുന്നത്? എന്താണ് പറയുന്നത്? ആർക്കറിയാം? അഭിഷേകിന്റെയും നന്ദനയുടെയും കുഞ്ഞു കുട്ടികൾ തമ്മിലുള്ള ഫൈറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ അതിരുവിട്ട് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ സിബിന്റെ വിഷയം നമ്മൾ ഇന്നലത്തെ പ്രൊമോ തൊട്ട് ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. സിബിന്റെ വിഷയം ഇച്ചിരി സിബിന് പറ്റിപ്പോയ ഭയങ്കരമായ ഒരു തെറ്റാണ്, ഭയങ്കരമായ തെറ്റാണ്. സിബിന് പറ്റേണ്ടതായി ആയിരുന്നില്ല, സിബിൻ കൺട്രോൾ ചെയ്യണമായിരുന്നു. എത്ര പ്രൊവോക്കിംഗ് വന്നാലും അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. പ്രൊവോക്കിംഗ് വേറെ ലെവലിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കൈ കൊടുക്കണം. അതിനെക്കുറിച്ചൊക്കെ പറയാം. പ്രൊവോക്കിംഗ് വേറെ ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിബിൻ ചെയ്ത തെറ്റാണ്. സിബിൻ അവിടെ ഇങ്ങനെയാണ് കാണിച്ചത്, ആക്ഷൻ ഇതിലൂടെ ഇങ്ങനെ കാണിച്ചു. അത് തെറ്റാണ്, അത് ചെയ്യേണ്ടിയിരുന്നില്ല. അതിന് നല്ലൊരു വാണിംഗ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. സിബിൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ മാപ്പ് പറഞ്ഞു. അപ്പം തന്നെയാണ് മാപ്പ് പറയേണ്ടത്, അല്ലാണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടല്ല മാപ്പ് പറയേണ്ടത്. ജയിൽ നോമിനേഷന് മുന്നേ അല്ല മാപ്പ് പറയേണ്ടത്. മാപ്പ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറയണം, അതാണ് ചെയ്യേണ്ടത്. അത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ തെറ്റാണ് സിബിൻ ചെയ്തത്. ലാലേട്ടൻ വന്നിട്ട് സിബിന് നല്ലതായ വാണിംഗ് കൊടുക്കും, താക്കീത് കൊടുക്കും. സിബിന് ഒരുപാട് തെറ്റുകൾ ഗെയിമിൽ വന്നിട്ടുണ്ട്, അതും ചൂണ്ടിക്കാട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിബിൻ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം ഇത് 2 പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. സിബിൻ ആദ്യം ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് ക്വാളിറ്റി ഇല്ലാത്ത എന്ന് പറഞ്ഞു, അത് ക്യാരക്ടർ ലെസ് എന്നും പറഞ്ഞു. അതും തെറ്റായ കാര്യമാണ്. അത് 2 പറയാൻ പാടില്ലായിരുന്നു. ഈ സിബിൻ പറയാൻ പാടില്ലായിരുന്നു ഈ ഒരു സമയത്ത്. സിബിൻ നല്ലൊരു ഗെയിമറാണ്. ഇതൊന്നും പറഞ്ഞ് വെറുതെ എന്തിന് സ്വന്തമായിട്ട് നെഗറ്റീവ് അടിക്കുന്നത്? അതുകൊണ്ടാണ് ഈ പറയുന്നത്. എൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ കളയും. മുന്നിൽ വന്ന് നിൽക്കുന്നതൊക്കെ കളഞ്ഞ് കളിക്കാൻ നോക്ക്. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. ഇനി അടുത്ത് ലാലേട്ടൻ്റെ വാണിംഗ് കിട്ടും, തെറ്റുകൾ ശരിയാക്കുക, മുന്നോട്ട് പോവുക. ഇനി അടുത്ത് അർജുൻ ജാൻമണിയുടെ കാര്യം. അർജുൻ ഇന്ന് 8 പൂരി എടുത്തു. അത് ഒന്നും കൂടെ കൂട്ടി 9 ആക്കി കൂടായിരുന്നു എന്ന് ചോദിച്ചു. അതിനകത്ത് എനിക്കറിയത്തില്ല, 9 എന്ന് പറഞ്ഞൊരു വിഷയം വന്നു. അതിൽ ഭയങ്കരമായി ഇന്റൻഷനലി ആ പയ്യൻ ജാൻമണിയെ നോക്കി പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അതിന് പുള്ളിക്കാരൻ അവിടെ ഭയങ്കര തെറ്റായിട്ടോ കളിയാക്കുന്ന രീതിയിൽ. പിന്നെ ജാൻമണിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ജാൻമണി വന്ന് പറഞ്ഞത്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അർജുൻ അവിടെ ഇന്റൻഷനലി ആയിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും പറയാം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു കാര്യം, ഇത് അവിടെ നടന്ന വിഷയം. ജാൻമണി ഈ ഒരു കാര്യം വന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര വിഷമമായിട്ടാണ് പറഞ്ഞത്. കാര്യം മാനസികമായിട്ട് ചിലവർക്ക് പെട്ടെന്ന് വിഷമമാകും അത് കേൾക്കുമ്പോൾ. അർജുൻ അത് പറഞ്ഞത് ഇന്റൻഷനലി അല്ല, പക്ഷെ ജാൻമണിക്ക് അത് കേട്ടപ്പോൾ വിഷമമായി. അത് പുള്ളിക്കാരി വന്ന് പറഞ്ഞ ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് കഴിഞ്ഞതും ഈ നോറ എന്താണ് കാണിക്കുന്നത്? എന്തിനാണ് ഈ കളിക്കുന്നത്? പുറത്ത് ആൾക്കാർ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്? ചെവി പൊത്തി ഓടാൻ വേണ്ടിയിട്ടാണോ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അവിടെ കിടന്ന് ഈ കാണിച്ചു കൂട്ടിയത്? വളരെ മോശം പരിപാടിയാണ്. എല്ലാ വള്ളിയും കയറി പിടിച്ചിട്ട് എന്തിനാണ് ഈ ഗെയിമിന് മുന്നോട്ട് പോകാൻ പറ്റുക? എനിക്കറിയത്തില്ല. ഭയങ്കരമായ ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിമായിട്ടാണ് മാറിയിരിക്കുന്നത് നോറയുടേത്. ടാർഗറ്റ് ചെയ്തോളൂ, നിങ്ങൾ ടാർഗറ്റ് ചെയ്തോളൂ, ജാൻമണിയെ ടാർഗറ്റ് ചെയ്തോളൂ, ജിൻഡോയെ ടാർഗറ്റ് ചെയ്തോളൂ. പക്ഷെ ഏതിനും ഒരു അവസരം നോക്കാതെ, ഒരു സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ അതവിടെ ഇരിക്കട്ടെ. നോറയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. അത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ജാസ്മിൻ. അത് ഇത്രയും ബുദ്ധിമതിയായ, ഇത്രയും സ്ട്രോങ് പ്ലെയറായ, ഇത്രയും മൈൻഡ് ഗെയിമറായ ജാസ്മിന് പറ്റുന്നില്ലേ? എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല? ഇത്രമാത്രം അവിടെ കിടന്ന് ചാടാനും പിടിക്കാനും വഴക്കിടാനും എന്താ ഉള്ളത്? ജാസ്മിനും ജാൻമണിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇത്രയ്ക്ക് ജാൻമണി എന്നെ നോക്കിയാടാ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ സത്യം പറഞ്ഞാല് ഈ ജാസ്മിനും നോറയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൈ കൊടുക്കണം. കൈ വെൽഡണെന്ന് പറഞ്ഞു. കാര്യം ഇത് പിടിച്ചു നിൽക്കുന്നതിന് സത്യം പറഞ്ഞാൽ പ്രൊവോക്ഡ് ആവാതെ പിടിച്ചു നിൽക്കുന്നതിന് എല്ലാവർക്കും കൈ കൊടുക്കണം. സിബിൻ ഇന്ന് പ്രൊവോക്ഡായി, സിബിൻ തെറ്റ് ചെയ്തു, അത് പോയി, സിബിൻ്റെ കാര്യം പോയി. സിബിൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരു കൈ കൊടുക്കണം. ഇത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെല്ലാവരും? അത് പോട്ട്. അത് കഴിഞ്ഞ് ജയിലിനകത്ത് ഞാൻ വിചാരിച്ചു പ്രൊമോ കണ്ടപ്പോൾ ഒരു എന്റർടൈൻമെന്റ് പ്രൊമോ ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്, എന്റർടൈനിങ് ആയിരിക്കും എന്ന് വെച്ചാൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായ ഇറിറ്റേഷനാണ് തോന്നിയത് പ്രൊമോ അല്ല, എപ്പിസോഡ് കണ്ടിട്ട്. ആദ്യമായിട്ടാണ് എന്നെ ഫോണിൽ എപ്പിസോഡ് കഴിഞ്ഞ് ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ വിളിക്കുന്നത്.
എൻ്റെ രേവതി എന്താ ചെയ്യേണ്ടത്, കണ്ടിരിക്കാൻ പറ്റുന്നില്ലെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്. അപ്പം പ്രേക്ഷകരെ ഭയങ്കരമായ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ജാസ്മിൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇതാണോ സ്ട്രോങ് ലേഡി ബോസ്? ബിഗ് ബോസിലെ ലേഡി ബോസുകളൊക്കെ ഇങ്ങനെയായിരുന്നോ? ബിഗ് ബോസിലെ സീസണുകളെല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊരു എലഗൻസി കീപ്പ് ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും ഒരു എലഗൻസി. ഇപ്പൊ നിങ്ങളൊക്കെ പറയും, കുറെ വരും കമന്റുകൾ, അവൻ എലഗന്റ് ഉണ്ടോ, ഇവൻ എലഗന്റ് ആണോ, അവൻ ഇങ്ങനെയല്ലേ, അവനോ ഇവനെ എങ്ങനെ ആയിക്കോട്ടെ, ബാക്കിയുള്ളവര് നമ്മൾ എലഗൻസി കീപ്പ് ചെയ്യണം. നമുക്ക് ഒരാളെ പറയാം, പക്ഷെ അതിനൊരു രീതിയുണ്ട്, ഒരു വൃത്തിയുണ്ട്, ഒരു വെടിപ്പുണ്ട്. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ഈ ജാസ്മിൻ കിടന്ന് വേറൊരു കാര്യം, ജയിലിനകത്തേക്ക് ഗബ്രി കയറി വരെയാണ്, ജിൻഡോ നടുക്ക് നിൽക്കുകയാണ്. അപ്പൊ ജാസ്മിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, എനിക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭയങ്കര തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി താഴെ വന്ന് കിടന്ന് അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു തെറ്റ്, ഇത് ഇങ്ങനെയല്ലേ, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. കാര്യം എനിക്കത് കണ്ടിട്ട് തോന്നിയതാണ്. എനിക്ക് ഭയങ്കര ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഒട്ടുമേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജയിലിൽ കിടന്ന് കാണിച്ച കാര്യങ്ങൾ. എന്തിനാണ്? ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ അതിനൊക്കെ മറ്റുള്ളവരെ രസിപ്പിച്ച് പറ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രേക്ഷകർക്കും കൂടെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പറയേ. ഒരാളെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ജാസ്മിനെയും ഗബ്രീനെയും ഇങ്ങനെ കോർണർ ചെയ്യുകയാണ് എല്ലാവരും കൂടി, നിങ്ങൾ ബാക്കിയുള്ളവരെ ഒന്നും പറയുന്നില്ലേ, നിങ്ങൾ ജിൻഡോനെ ഒന്നും പറയുന്നില്ലേ, നിങ്ങൾ സിബീനെ ഒന്നും, എല്ലാവരെയും നിങ്ങളും പറയുന്നുണ്ട്, എല്ലാവരെയും പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ട്. അവിടെ ആരും ഭയങ്കര ശുദ്ധരായ പാവങ്ങളായിട്ടുള്ള ആരുമില്ല. പിന്നെ ഞാൻ നോക്കിയത് അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രീരേഖ, അൻസി, അവിടെയൊക്കെ ഇരിപ്പുണ്ട്. അവരവിടെ ഇരിക്കുന്ന ആ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതിനകത്ത് നിങ്ങൾ പറയായിരിക്കും, കുറച്ച് പേര് പറയായിരിക്കും, അത് ജാസ്മിനോടുള്ള ദേഷ്യം, ജാസ്മിൻ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, അതുകൊണ്ട് നോക്കുന്നതല്ല. അവർക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഇത് ഇതെന്ന് പറഞ്ഞാൽ നോക്കണത്, ഇത് എന്തോന്നെന്താ പറഞ്ഞ് നോക്കണത്. നമുക്ക് എണീറ്റ് നിന്ന് മുട്ടാൻ, അല്ലെങ്കിൽ എണീറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരാൾ, തുല്യമായിട്ടൊരാളാണ് വേണ്ടത്. അല്ലാണ്ട് അത്രേ ലെവല് താഴ്ന്നൊന്നും അവിടെ ആർക്കും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറയാം, ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ളവരൊന്നും ഫൈറ്റ് ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. സത്യമായിട്ടും പുള്ളിക്കാരി മാത്രം ഫൈറ്റ് ചെയ്യട്ടെ അവിടെ കിടന്ന്. സത്യമായിട്ട് ജാസ്മിന് എനിക്ക് പറയുന്നത് ബേസിക് ആയിട്ടുള്ള, ഞാൻ തുറന്ന് പറയുകയാണ്, എന്നെ ഇനി എത്ര അറ്റാക്ക് ചെയ്താലും, സൈബർ അറ്റാക്ക് ചെയ്താലും, തെറി പറഞ്ഞാലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു, രേവതി എന്തുവാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി കയറി വരുന്നു, കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഡയലോഗ്, വേറെ ജിൻഡോനെ വെച്ചിട്ട് വേറൊരു ഡയലോഗ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാണ്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ചീപ്പ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തേൽ എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ അവിടെ ചിരിച്ച് രസിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളും ഭയങ്കര ഒരു എന്താ പറയേണ്ട, ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല ജാസ്മിൻ്റെ ആ ഒരു ഷോ, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് ഫോൺ കോൾ വരെ വന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ജാസ്മിൻ്റെ കാര്യം. അല്പം നല്ല ഗെയിം പ്ലെയർ ഒക്കെ ആണ്, പക്ഷെ അല്പം ഒരു എലഗൻസി കാക്കാം. ഒരു എലഗൻ്റ് ആയിട്ട് നിൽക്കാം. നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് വഴക്കിടാം, നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് പറയാം, ഒരാൾക്ക് അഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാം, പക്ഷെ അതിനൊക്കെ ഒരു എലഗൻസി കീപ്പ് ചെയ്യുക. ജനങ്ങൾ മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ജയിൽ നോമിനേഷനിൽ ഗബ്രിയുടെ മാപ്പ് അറിയാമല്ലോ. 4-5 ദിവസം പറയുന്നതിന് മുന്നേ, ജയിൽ നോമിനേഷന് മുന്നേ വന്ന് ഗബ്രി മാപ്പ് പറയുകയും, അതേപോലെ തന്നെ ഗബ്രിയെ പവർ ടീമുകാർ നോമിനേറ്റ് ചെയ്യാതിരിക്കുകയും ഗബ്രിക്ക് പകരം നോറ നോമിനേറ്റഡ് ആവുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര ഒരു ട്വിസ്റ്റായിരുന്നു അത്. ഗബ്രി പോയിട്ട് മാപ്പ് പറഞ്ഞത് അത് ഗബ്രിയുടെ ഗെയിം തന്നെയായിരുന്നു. അത് ലൈവിൽ ഗബ്രി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സ്ട്രാറ്റജിയാണെന്നുള്ളത്. എന്തുകൊണ്ട് ഗബ്രിക്ക് എന്തേ ജാസ്മിൻ്റെ കൂടെ ജയിലിൽ പോകണ്ടേ? എന്ത് പറ്റി? ജാസ്മിൻ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തേ നീ പോയി സോറി ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ഗബ്രിയും ജാസ്മിനും കൂടെ ഒന്നും കൂടി ജയിലിൽ പോയേനെ. ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടാവില്ല. ഇന്ന് വേറൊരു കഥയായിരിക്കും ഉണ്ടാവുന്നത്. ഇന്നുണ്ടാകുമ്പോൾ വേറെ കഥയായിരുന്നു. പിന്നെയും കോണറിങ് സംഭവം ഉണ്ടാവും. എല്ലാവരും കൂടെ അവരെ കോണർ ചെയ്ത് ജയിലിലാക്കി എന്ന് പറഞ്ഞൊരു ഗെയിമായിരിക്കും വരേണ്ടിയിരുന്നത്. പക്ഷേ നോറയാണ് വന്നത്. നോറ അവിടെ ഇരുന്നും ഇമോഷണലി വീക്കാക്കി, അങ്ങനെ ഇങ്ങനെ കളിക്ക് കഴിഞ്ഞ് ഇമോഷണലി വീക്ക്. അവിടെയുള്ള എല്ലാവരും ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത്. അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത്. കുറച്ചൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. കളിക്കുക, പ്രൂവ് ചെയ്യുക, പറ്റില്ലെങ്കിൽ പോവുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പോവാൻ നിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് അഭിഷേകും നന്ദനയുടെയും ഫൈറ്റ്,
കുഞ്ഞു കുട്ടികൾ ഈ ഡേ കെയറിൽ കിടന്നിട്ട് കളിക്കുമല്ലോ, ഫൈറ്റ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ. പക്ഷെ പായിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ മോശമായ കാര്യങ്ങൾ. നിന്റെ മറ്റേ അടിച്ച് അണ്ണാക്ക് തെറിപ്പിക്കും, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അഭിഷേക്? ഭയങ്കര മോശമായിട്ടുള്ളത്. അതിനകത്തുള്ള ടോപ്പിക് എന്തോ ആയിക്കോട്ടെ, ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മറ്റേ ടോക്സിക് മറ്റേ സംഭവങ്ങളൊക്കെയാണ്. എന്തിനാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? ശ്രീകുമാറിന് ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടി, പുള്ളിക്കാരൻ ഇതിനകത്തേക്കേ വരാതെ മാറി നിൽക്കുകയാണ്. പിന്നെ എന്തിനാണ് അതൊക്കെ എടുത്തുകൊണ്ടിരുന്നത്? പിന്നെയും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വക വിഷയങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല എലഗൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയണം. അല്ലാണ്ട് ബാക്കിയുള്ളവരെ തെറി വിളിച്ചിട്ടും ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ടും അടിച്ച് അണ്ണാക്ക് തെറിപ്പിക്കും ഇങ്ങനെ പറഞ്ഞിട്ടല്ല ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അഭിഷേകിന്റെ കാര്യമാണ് പറഞ്ഞത്. BB+ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അഭിഷേകിന്റെ കാര്യത്തിൽ, ശ്രീകുമാർ അല്ല മറ്റാളുടെ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെ മറ്റു ആൾക്കാരെ തെറി വിളിച്ചിട്ടും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ഒന്നും അല്ല ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൂവ് ചെയ്യുക, ഇല്ലെങ്കിൽ മിണ്ടായിരിക്കുക. നമ്മളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ, മിണ്ടാതിരുന്ന് വേറെ ഗെയിം കളിക്കുക, ടാസ്ക് ചെയ്യുക, ഗെയിം കളിക്കുക. അത്രേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഏപ്രിൽ 19 ആഘോഷം നിറയും, ആഘോഷം തുടങ്ങാം, എല്ലാരും വന്നാട്ടെ തുടങ്ങുകയാണ്. ആദ്യം പൂരി കഴിക്കൽ നടക്കുകയാണ്. അവിടെ പൂരി കഴിച്ചോണ്ടിരിക്കുമ്പോൾ ജിൻഡോ, ഞാൻ 8 പൂരിയാണ് അകത്താക്കിയത്, അപ്പൊ അർജുൻ 9 ആക്കാം ഒന്നും കൂടെ കൂട്ടിയിട്ട്, നെയ് വേണമായിരുന്നല്ലേ എന്ന് ഇത്രേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് ജിൻജാൻ സ്മോക്കിംഗ് ഏരിയയിൽ, എനിക്ക് ഭയങ്കര വിഷമമായി ചിന്തിച്ചിട്ടാ, എനിക്ക് ഭയങ്കര വിഷമമായി ജിൻ. നീ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ നിന്നെ കണ്ണാടി നോക്കിയായിരുന്നു നിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട്. അവനൊന്നും അറിയാത്ത രീതിയിലാണ് ഇരിക്കുന്നത്, തട്ടിയത്. പക്ഷേ മനസ്സിലായി എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ജിൻഡോ കളയി, ജാനു അങ്ങ് കളയി. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസിയുടെ ഇതൊക്കെ കഴിച്ച ശേഷം, ക്യാപ്റ്റൻസി അല്ല ലീവിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജാൻമണി വന്നിട്ട്, ഇറ്റ് ഈസ് എ വെരി സീരിയസ് തിങ്, ഐ എം വെരി ഹാർട്ട്ഫുൾ, ഇറ്റ്സ് എ ഹാർട്ട്ഫുൾ റിക്വസ്റ്റ്. ഒരാൾ എനിക്ക് പറയുന്നത് കേട്ടു, എനിക്കത് ഭയങ്കര പെയിനായി, ലൈഫിൽ അത്ര പ്രശ്നങ്ങളാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഇതെനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ്, ആ പ്രശ്നം അത് മനസ്സിലാവും എന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ്. എന്ത് കാര്യം? ആര് പറയണം? ആരാണ് പറയേണ്ടത്? ഇപ്പൊ അറിയണം ആരാണ് പറയേണ്ടത്. എന്റെ പൊന്നോ, കഴിഞ്ഞില്ല. അപ്പൊ ആരാണ് ഇപ്പൊ പറയണം? ആര്? എന്റെ പൊന്നേ, ഞാൻ ഞെട്ടിച്ച എന്റെ ഹെഡ്സെറ്റ് പോയി. ഇപ്പൊ പറയണം ആരാന്ന്, ഇപ്പൊ പറയണം. അവരെന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അതാരാണ്? നോറ. ഇപ്പൊ പറയണം. അവർ എന്നെ നോക്കി പറഞ്ഞു. ഇവിടെ നിൽക്കും, നിങ്ങൾ മിണ്ടായിരിക്കേ. അവർ പറയും, അവർക്ക് വിഷമമായ ഒരു കാര്യമാണ്, അവർ പറയും. നിങ്ങൾ സമാനപ്പെട്, അവിടെ ഇരിക്കുക, അവിടെ എല്ലാവരും ഒന്ന് ഇരിക്കുക. ജാൻമണി, എനിക്കൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അത് കഴിഞ്ഞ് ജാൻമണി തിരിച്ചു വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അമ്മ ഒട്ടും ഉണ്ട് എൻ്റെ കൂടെ. ഓക്കെ, പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നെ നോക്കിയാണ് പറഞ്ഞത്, ഇപ്പോഴും എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞേക്കണേ, എന്നെ മാത്രം നോക്കിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സമ്മതിച്ചു കൊടുക്കൂല. എന്നെ നോക്കി ഇപ്പൊ പറയണം ഇവിടെ ആരാന്നുള്ളത്, ഇത് ആരാന്നുള്ളത് ഇപ്പൊ പറയണം. അപ്പൊ സിബിൻ, ഒന്ന് മിണ്ടായിരിക്കും, ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് മിണ്ടായിരിക്കും. നിങ്ങളല്ല. അപ്പൊ ജിൻഡോ, എടി നീ അല്ല, എനിക്കിപ്പൊ അറിയണം, എനിക്കിപ്പൊ അറിഞ്ഞേ പറ്റൂ. അപ്പൊ ജാസ്മിൻ, അതെന്താണ്? അറിഞ്ഞാല് എന്താ? പറഞ്ഞാല് എനിക്കിപ്പൊ അറിയണം, അറിഞ്ഞാൽ എന്താണ് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ജാൻമണി പറയാണ്, നോഴ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നോഴ അല്ല. അപ്പൊ ഞാനാണോ? ആര്? ജാസ്മിൻ, ഞാൻ പിന്നെ പറയാം. നിന്നെ നോക്കിയതാണോ? ഞാൻ പിന്നെ പറയാം. അതെങ്ങനെ പറയാൻ പറ്റും? അപ്പൊ എന്റെ കാര്യമാണ്, അപ്പൊ എന്നെ കുറിച്ചാണ്. പറയേ. ആരാണ്? ജാസ്മിൻ. പറയേ. അപ്പൊ എന്നെ തന്നെയാണ്. എനിക്കിതറിയണം, അറിഞ്ഞേ പറ്റൂ. ഇപ്പൊ അറിയണം, ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയണം. ഒന്ന് മിണ്ടായിരിക്കുന്നത് എന്തോന്നത്? എടി നീ അല്ല, ഇവളും അല്ല, ഒന്ന് മിണ്ടായിരിക്കേ. അറിയണം, എനിക്കറിയണം. അപ്പൊ സിബിൻ, ഇത് തമാശയല്ല, നിങ്ങളൊന്ന് തമാശയ്ക്ക് എന്തോ പറഞ്ഞതാണ്, നിങ്ങൾ വിട്ടേക്കും. നിങ്ങളല്ല ഇത്, നിങ്ങൾ വെറുതെ തലയെ കയറ്റണ്ട. ഈ വള്ളി കയറി പിടിക്കല്ലേ, എനിക്കറിയണം. താൻ പോടോ, താൻ ആരാണോ? താൻ പോടോ ഇറങ്ങി അങ്ങോട്ട്. വെറുതെ കയറി പിടിക്കരുത്, ഈ വള്ളി കയറി പിടിക്കരുത്. താൻ പോടോ. എനിക്കറിയാം എന്ത് പറയണോ. താൻ പോടോ ഇറങ്ങി അങ്ങോട്ട്. താൻ പോടോ ഇറങ്ങി. നീ അല്ലടി, നിനക്ക് എന്തുവാടി പ്രശ്നം? ഋഷി, നിനക്ക് നീ എന്തിനാണ് തുള്ളുന്നത്? നീ എന്തിനാണ് അവരോട് ദേഷ്യപ്പെടുന്നത്? നീ ഒന്ന് മിണ്ടായിരിക്കേ. എനിക്കറിയണം, ഇവർ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞറിയാമോ? നിങ്ങളായേക്കാം, അല്ലെങ്കിൽ വഴി അതെന്താണത്? എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞേക്കാണ്, ഇത് പിന്നെ അറിയാം, എന്നെ പിന്നെ നോക്കിയിട്ട് പറ്റത്തില്ല.
എനിക്കിപ്പോൾ അറിയണം എടി നീ ഒന്നും മിണ്ടായിരിക്കും, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ നീ ആണെന്നുള്ളത്? അവൾ പറയണ മനസ്സിലാവുന്നില്ലേ? എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അതിന് എൻ്റെ ഇടയിൽ കൂടെ സിബിൻ വന്നിട്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സിബിൻ ഭയങ്കര പ്രൊവോക്ഡ് ആയിട്ടുണ്ട്, ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ദേഷ്യമില്ലാത്തവരും കൂടി ദേഷ്യപ്പെട്ടു. സത്യമായിട്ടും എന്തിനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഈ രണ്ടുപേരും കാണിച്ചത്. എല്ലാവരെയും പിടിച്ച് ലിവിങ് ഏരിയ ഇരുത്തുന്നു. ഓ ഷോ 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 ഷോ. അപ്പോഴത്തേക്ക് സിബിൻ ഉടനെ തന്നെ ഇതിനകത്തിട്ടിട്ട് ദേഷ്യം കണ്ട അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് മിഡിൽ ഫിംഗർ കാണിച്ചത്. ഇങ്ങനെ തേച്ചോണ്ട് ഈ മിഡിൽ ഫിംഗർ മാത്രം കാണിച്ച്, ഞാൻ കാണിക്കുന്നില്ല, ഇതാണ് സംഭവം. കാണിച്ച് എന്ത് വൃത്തിയാണ് താൻ കാണിച്ചത്? താൻ എന്ത് അഭി കണ്ട? അഭി ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വെരി റോങ്. കാണിച്ച് ഇയാള് കാണിച്ച വൃത്തികേട് ഇയാൾ കാണിച്ചതെന്ന് പറയട്ടെ. കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയാണ് ഇയാൾ കാണിച്ചത്, അറിയാമോ? ഞാൻ കാണിച്ചിട്ടില്ല സിബിൻ. കാണിച്ചിട്ടില്ലേ? താൻ കാണിച്ചിട്ടില്ലേടോ? ഞാൻ കാണിച്ചു. എനിക്ക് പ്രഷർ കൂടി കാണിച്ചതാണ്. എന്നോട് പോടാ തന്നെ മാപ്പ് കോപ്പ്. ക്ഷമിക്കാൻ ഞാൻ അറിയാണ്ട് കാണിച്ചു പോയതാണ്. എനിക്ക് അത്രയ്ക്ക് പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റാതെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അപ്പോളജി അക്സെപ്റ്റ് ചെയ്യണം ജാസ്മിൻ. പോടാ ഇറങ്ങി എന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ് ജാസ്മിൻ. എനിക്ക് പറ്റുന്നില്ല, അറിയാതെ ചെയ്തു പോയതാണ്. എന്ത് ശിക്ഷയും വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ ബിഗ് ബോസ് അവിടെ ഇരിക്കുക എല്ലാവരും. ഇത്രയും സെൻസിറ്റീവായ വിഷയം ജാൻമണിയുടെ കാര്യം എന്തിനാണ് ഇവിടെ ഡിസ്കഷൻ നടത്തിയത്? ശക്തമായ താക്കീതാണ്, ഇനി ഒരു ഡിസ്കഷൻ ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, അപ്പൊ പവർ ടീം ഉടനെ വന്നിട്ട് ജാസ്മിനോട് സിബിൻ കാണിച്ചത് വളരെ തെറ്റാണ്, നമ്മൾ എന്തായാലും അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പൊ ജസ്മിൻ ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പൊ സിബിൻ ഒന്നും കൂടെ വന്നിട്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാം, ഞാൻ കാണിച്ചത് തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ജാസ്മിൻ നേരെ ബാത്റൂമിലേക്ക്. എന്ത് കാണിച്ചാലും ഒരു മാപ്പും കോപ്പും ആയിട്ട് വന്നോളും കുറെ എണ്ണം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങ് ഇരിക്കുകയല്ലേ അവിടെ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സിബിൻ റൂമിനകത്തിരുന്നിട്ട് ഇനി എനിക്ക് അവൾ ഈ വീട്ടിൽ പറ്റത്തില്ല, എനിക്ക് അവിടെ ഈ വീട്ടിലില്ല, ഒരു കാര്യം ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല, തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് അവൾ ഈ വീട്ടിലില്ല, അവൾ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. യു മേക്ക് സംതിങ് ടു മീ, ഐ വിൽ ഈറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അവൾ കൊണ്ടുവന്നാൽ പോലും എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് പറ്റത്തില്ല. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത തെറ്റ്, ഇത്രയും ക്യാരക്ടർ ലെസ്സായ തെറ്റ് അത് പറയാൻ പാടില്ല. ഈ സ്റ്റേജിൽ എല്ലാവരുടെയും മുന്നിൽ ഇത് പറയാൻ പാടില്ല. ക്വാളിറ്റി ഇല്ലാത്ത തെറ്റെന്ന് പറയുന്നത് സിബിൻ ഈ സ്റ്റേജിൽ അത് പറയാൻ പാടില്ല. ഈ ഒരു ഇതിൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ക്യാരക്ടർ ലെസ്സായ ഒരു ആളുമായി ഒരു പരിപാടി എനിക്ക് വേണ്ട. ഞാൻ നോമിനേഷനിൽ അവളെ പറയില്ല, അവൾ ഇവിടെ നിൽക്കട്ടെ, പക്ഷേ എനിക്ക് അവളെ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം, അത്രയേ ഉള്ളൂ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പൂജ എന്നെ ഇതിനകത്ത് കൊണ്ടിടലെന്നുള്ളത്? അപ്പം പൂജ ഞാൻ കണ്ടില്ല. അപ്പം സിബിൻ അയ്യോ എന്ത് പറയാനാണ്, ഇവൾ അവിടെ ഇരുന്നുകൊണ്ട് ഷോ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പം ശരണ്യ പ്രൊവോക്കിംഗ്, ആ പരിപാടിയായിരുന്നല്ലേ. അപ്പം സിബിൻ തറയിൽ തന്നെ ഞാൻ കുറേ നേരം ഇടിച്ചു, അപ്പം ഇവൾ അവിടെ ഇരുന്നുകൊണ്ട് മാസ് കാണിക്കുന്നു എന്ന്. അപ്പം എനിക്ക് മതിയായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഞാൻ അവളെ ഡയറക്റ്റ് കാണിച്ചില്ല, ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് സിബിനെ വാണിംഗ് ചെയ്യുകയാണ് ആര്? ബിഗ് ബോസ്. വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് സിബിനെ, വളരെ മോശമായ കാര്യം താക്കീത് കൊടുക്കുന്നു, ആവർത്തിച്ചാൽ കർശന നടപടിയെടുക്കും, മോഹൻലാൽ സംസാരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് ജയിൽ നോമിനേഷനാണ്. ജയിലിൽ പവർ റൂം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് നോറേനെയാണ്. ഞാൻ കാര്യം പറഞ്ഞല്ലോ, നോറ ഗബ്രി പോയിട്ട് മാപ്പ് ചോദിച്ചു, സോ അവർ നോമിനേറ്റ് ചെയ്തില്ല. നോറ അവിടെ പവർ റൂമിനോട് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറിയുണ്ട് നോറ. ജാസ്മിൻ അൻസിബേനെ പറയുന്നു ഡബിൾ സ്റ്റാൻഡ് ആണെന്ന്, വളരെ കറക്റ്റാണ്, അൻസിബയ്ക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. ശ്രീതു ഗബ്രീനെ പറയുന്നു അപ്പോളജി കൊണ്ടൊന്നും കാര്യമില്ല. ശ്രീരേഖ ജാസ്മിനെ പറയുന്നുണ്ട് സ്വന്തം ഇമോഷണൽ പ്രശ്നത്തെ മറ്റുള്ളവരുടെ തലയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വളരെ കറക്റ്റാണ്. അൻസിബ ഗബ്രീനെ പറയുന്നു, നോറ ജാസ്മിനെ പറയുന്നു, നന്ദന ഗബ്രീനെ പറയുന്നു, അഭി ഗബ്രീനെ പറയുന്നു, സായി ജാസ്മിനെ പറയുന്നു, അഭി ജാസ്മിൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ജാസ്മിനും പിന്നെ ഡയറക്റ്റ് ജയിൽ നോമിനേഷനിൽ നോറയും. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ജയിലിൽ പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ നോറ പറയും സായിച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും എന്നെ എന്തിനാണ് നോക്കിയത്, അവരെന്തിനാ എന്നെ നോക്കിയത്? ശ്രീരേഖ ചേച്ചി പറയാണ് ഞാനാണോ ജാൻമണിയെ പറഞ്ഞതെന്ന്, എന്തിനാണ് എന്നെ നോക്കിയത്, അവരെന്തിനാണ്? എടീ നീയൊന്നും മിണ്ടാതിരുന്ന് കാര്യങ്ങളുടെ കടപ്പ് എനിക്കൊന്ന് കേൾക്കാം. ഞാൻ ഇവിടെ വന്ന ഡേ 1 ഡേ 2 ഡേ 3 എല്ലാം ചേട്ടന് പറഞ്ഞുതരാം. 1.5 മാസത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്? ഞാനിപ്പം ഇത്രയും വലിയ വൃത്തിയേട് കാണിച്ച ആൾക്കാർ പുറത്തുണ്ടായിരിക്കുമ്പം ഞാൻ ജയിലിൽ പോകുന്ന അവസ്ഥയാണ്, അറിയാമോ? അത് കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് നോറയും അഭിയും കൂടെ ഇരിക്കുകയാണേ സംസാരം. അപ്പം നീ കാണിച്ചത് തെറ്റാണ് നോറ. കാര്യം എന്ന് പറഞ്ഞാൽ അൺനെസസറി ആയിട്ട് എന്തിനാണ് നീ വെറുതെ സംസാരിക്കാൻ പോയത്? ഞാൻ അൺനെസസറി ആയിട്ട് സംസാരിക്കാൻ പോയോ? എപ്പോ? എവിടെ? ദേ നീ കാര്യം അറിയാതെ വർത്താനം പറയരുത്. നീ അൺനെസസറി ആയിട്ട് സംസാരിച്ചു. ജാൻമണിയുടെ കാര്യത്തിലാണോ? ഓ, ജാൻമണി നിനക്ക് ശരിയായിരിക്കും അല്ലേ? അവർ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും അല്ലേ? എടി നീ ആവശ്യമില്ലാതെയാണ് പോയത്. ആണോ? എന്നോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പൂജ സംസാരിച്ചത് നീ കണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പവർട്ടി മീറ്റിങ്ങിന് പോയിരുന്നത്. എന്നോട് ആരാണോ ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ പോകത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് പോവേണ്ട ആവശ്യമില്ല. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു. അടി അവര് പേര് പറയുമല്ലോ, എന്നാൽ എനിക്ക് ചോദിക്കേണ്ട അവകാശം എനിക്കുണ്ട്. ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്കറിയാം. നീ പറയേണ്ട ആവശ്യമില്ല. നീ ആരാണ് ഇതൊക്കെ പറയാൻ? എടി ഞാൻ നിന്റെ ഫ്രണ്ടാണ്. ഓ, നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നീ എന്റെ ഫ്രണ്ട് അല്ല. അപ്പൊ എന്നാ പിന്നെ ഞാൻ പൊക്കോളാം. ശരി. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നുണ്ട്. പന്തേറ് ടാസ്ക് ആണ്. അതിനകത്ത് ശ്രീതു, അതേപോലെ ജിൻഡോ, അതേപോലെ നന്ദന. അതിനകത്ത് ശ്രീതു എക്സലന്റ് പെർഫോമൻസ് ആയിട്ട് ശ്രീതു ക്യാപ്റ്റനായി. അത് കഴിഞ്ഞിട്ട് ശ്രീതു താങ്ക് യു ഗബ്രി, താങ്ക് യു. അപ്പൊ ജാസ്മിൻ, ഓ നീ അല്ലെങ്കിൽ താങ്ക് യു. ഗബ്രിനെ വിളിച്ചത് നന്നായി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിലെല്ലാം എടുത്തൊക്കെ തന്നല്ലോ. വളരെ ഞാൻ പറഞ്ഞില്ലേ ഗബ്രിയെ വിളിക്കാൻ. ഓ ശരി താങ്ക് യു. ഓ അപ്പൊ ശ്രീതു, ഓ എനിക്ക് ആ താമരയിൽ കിടന്നാ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോൾഡ് വിന്നർ സ്പോൺസർ ടാസ്ക് ആണ്. 7 പേരായിട്ട് 2 ടീമും ബാക്കിയുള്ളവർ ജഡ്ജസുമാണ്. ഒന്നെന്ന് പറയുന്നത് പൂജയുടെ ടീമാണ്, അപ്സര ജാൻമണിയൊക്കെയുള്ള. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗബ്രിയുടെ ടീമാണ്. ഒന്നെന്ന് പറയുന്നത് പൂജയുടെ ടീമാണ്. അതേപോലെ അടുത്തത് പറഞ്ഞാൽ ഗബ്രിയുടെ ടീമാണ്. അപ്പം ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് പൂജയുടെ ടീമാണ് വിന്നറായിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പഴംപൊരിയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജയിലിൽ ജാസ്മിനും നോറയും. ഓക്കെ, ജയിൽ ടാസ്ക് ഓരോ മുത്തുകളായിട്ട് കോർത്ത് 19 മാല 2 പേരും കൂടെ രാവിലെ ആകുമ്പോൾ കോർത്ത് കൊടുക്കണം. അപ്പൊ ക്യാപ്റ്റൻ ഉറങ്ങാതിരിക്കണം കേട്ടോ. എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റൂ. ലൈറ്റ്സ് ഓഫ് ആക്കുന്നുണ്ട്. ജയിലിൽ ഫുഡ് കൊണ്ടുവരികയാണ് ജിൻഡോ. ജയിലിൽ ഫുഡ് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് ജിൻഡോ അകത്തേക്ക് വെക്കുന്നത് ഗബ്രി ഇടയിൽ കൂടെ ചാടി കയറിയിട്ട് ജാസ്മിനെ ഇതാക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ ചോദിക്കുകയാണ്. അപ്പം ജാസ്മിൻ, ഓ നടുക്ക് നിന്നിട്ടും ഒരു കാര്യവും ഇല്ലാതായി അല്ലേ ആളിയാ? അതൊരു മോശം ടോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ജിൻഡോ, എൻ്റെ പൊന്നോ നീ എന്താ അപ്പൊ ജിൻഡോ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി ജാസ്മിന്റെ മുഖത്തേക്ക്. നീ എന്താ പറയുന്നത്? നീ എന്താ ഉദ്ദേശിച്ചേ? നടുക്ക് നിന്നാൽ നിങ്ങൾക്ക് എന്താ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നത്? എന്താണ് ഉദ്ദേശിച്ചത്? ഇയാളെടുത്ത് ആരെന്തെങ്കിലും പറഞ്ഞാ? ഞാനിതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ നോറയുടെ അടുത്താണ് പറഞ്ഞത് അല്ലേ നോറ? അപ്പൊ നോറ മൈൻഡ് പോലും ചെയ്യണില്ല. ദേ ഭക്ഷണം തരേണ്ടത് ഇവിടെ വന്നേക്കാണ്. ഇവിടെ വേറെ ആർക്കും ജയിലിൽ പ്രവേശനമില്ല. ഓ താനൊന്ന് പോടോ ഇറങ്ങി. താൻ ആരാടോ? താൻ പോടോ ഇറങ്ങി. ഭക്ഷണം തനിക്ക് എന്താണോ എനിക്ക് കുഴപ്പം? താൻ പോടോ. എന്നിട്ട് ഗബ്രി ജാസ്മിനും കൂടെ ജയിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് കെട്ടിപ്പിടിക്കുക. അപ്പൊ ജാസ്മിൻ പാട്ട് പാടുന്നത് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അത് കഴിഞ്ഞ് നോറ, നന്ദനെ എനിക്ക് പനീർ എടുത്ത് വെക്കണേ നന്ദനെ. അപ്പൊ നന്ദന, അയ്യോ മറന്നുപോയി ചേച്ചി. അപ്പം ജാസ്മിൻ, പനീർ ഉണ്ടായിരുന്നോ? ഓ പവർ ടീമിന്റെ ആണെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല. ഒരു പവർ ടീമിന്റെ ഒരു കുന്തോ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ഉണ്ടയും തേങ്ങയും ഒന്നും വേണ്ട പവർ ടീമിന്റെ. ഇപ്പൊ നോറ, എനിക്ക് വേണം. കാര്യം നമുക്കും കൂടെ ഉള്ളതാണല്ലോ. പവർ ടീമിനുള്ളതാണ് നോറ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് ത്യാഗം ചെയ്യിച്ചാൽ നിൽക്കുന്നത്. എനിക്ക് പനീർ വേണം. ശരി. അതുകൊണ്ട് ജാസ്മിൻ, ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളെയും എടുത്താൽ അവർക്ക് പുറത്ത് ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ടാവില്ലേ? നിൽക്കുന്ന രീതിയിലാണോ? അപ്പൊ നോറ, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ സിബിൻ ഇതെല്ലാം ഒളിഞ്ഞൊന്ന് കേൾക്കുകയാണ് എന്ത് സംഭവം എന്നുള്ളത്. അപ്പൊ നോറ, നീ എന്തിനാണ് ബോധേഡ് ആവുന്നത്? നിനക്ക് എന്ത് ബോധറേഷനാ ഉള്ളത്? ജാസ്മിൻ, വൈ? ബിക്കോസ് ഞാനിവിടെ ആദ്യത്തെ ആഴ്ചയും സെക്കൻഡ് ആഴ്ചയൊക്കെ വന്നപ്പോൾ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായാലും അത് 2024 ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കറിയാം. സോ ഇങ്ങോട്ട് കാറ്റ് വീശുമ്പോൾ അങ്ങോട്ടും കാറ്റ് വീറ്റും. അപ്പൊ ഷിബിൻ, ഓ അപ്പൊ അത് കഴിഞ്ഞിട്ട് നോറ, എനിക്ക് നിങ്ങൾ ഒന്നിച്ച് കളിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ശരിക്കും തോന്നി നിങ്ങൾ ഒന്നിച്ച് കളിക്കുന്നതായിട്ട്. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ സിബിൻ, അപ്പൊ നോറ, ഞാൻ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ ജാസ്മിൻ, നീ കൺഫ്യൂസ്ഡ് ആണോ? നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും ഞാൻ അകത്ത് കമ്മിറ്റഡ് ആവാമല്ലോ. ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അകത്തും കമ്മിറ്റഡ് ആവാമല്ലോ. പിന്നെ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലാരിറ്റി. മനസ്സിലായോ നിനക്ക്? അപ്പൊ നോറ, എന്താ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലാരിറ്റി? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ സിബിൻ ചിരിക്കുകയാണ്. അപ്പൊ നോറ, ഇമോഷണലി വീക്കാണെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇമോഷണലി വീക്കായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്
അറിയാമോ? ദൈവമേ, ഡേ 1 തൊട്ടുള്ളത് അവളോട് പറയാം. അപ്പൊ ഇവിടെ എല്ലാ ക്യാമറയും സെറ്റ് ആകും. ജാസ്മിനാണ് ആള്. ഞാൻ ഫുൾ ഇന്ന് എന്റെ കാര്യങ്ങൾ പറയും. ഡേ 1 തൊട്ടിട്ട് എന്നെ ഇമോഷണലി വീക്കാണെന്ന് പറഞ്ഞ നീയാണ്, അറിയാമോ? അവിടെ ഞാൻ പൊങ്ങി വന്നിട്ടുണ്ട്. എടി അപ്പൊ എനിക്കില്ലേടി പ്രശ്നങ്ങള്? ഓ, നിനക്കെന്ത് പ്രശ്നം? നിനക്ക് ഫുൾ കോൺട്രവേഴ്സീസ് അല്ലേ? നീ ഇങ്ങനെ പൊങ്ങി പറഞ്ഞ് പാടി നടക്കുകയല്ലേ? അത് മാത്രമല്ല, നിന്റെ വീട്ടുകാർക്ക് ഫുൾ സപ്പോർട്ട്. പിന്നെ എന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നീയാണ് ഇമോഷണലി വീക്ക് എടുത്തിട്ടത്. അന്ന് തൊട്ട് ഞാൻ വീക്ക് ആവാൻ തുടങ്ങിയത്, അറിയാമോ നിനക്ക്? അപ്പൊ ജാസ്മിൻ, വിക്ടിം കാണുന്ന കാര്യം ഞാനല്ലല്ലോ എടുത്തിട്ടത്. നിന്നെ വിക്ടിം എന്ന് വിളിച്ചത് ഇവിടെ ഉള്ളവരാ. അങ്ങനെയാണോ? അങ്ങനെയല്ല. അതാണോ നിനക്ക്? ഇങ്ങനത്തെ നേച്ചറാണ് നിന്റെ നേച്ചർ. ഞാൻ പറഞ്ഞുതരാം. എന്റെ നേച്ചർ നീ പറഞ്ഞു തരണ്ട ജാസ്മിൻ. എന്റെ നേച്ചർ അറിയാം, എനിക്കറിയാം കേട്ടോ. ജിൻഡോ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. മാല കോർക്കുകയാണ് 19. അപ്പൊ ജിൻഡോ, ഇങ്ങനത്തെ മുത്തൊന്നും ഇല്ലല്ലോ. എടോ, താനിക്ക് ഗിഫ്റ്റ് നമ്മളാണ് തരുന്നത്. താൻ കൂടുതൽ പറയണ്ട ഗിഫ്റ്റിന്റെ കാര്യം. ഞാൻ അങ്ങോട്ട് തരും, അതങ്ങോട്ട് എടുത്താൽ മതി. ഒരു ഗിഫ്റ്റിന്റെ മാല പറയുന്നില്ല ഞാനൊന്നും. ജാസ്മിൻ, എടോ, ഇതിനും വലുതായിട്ട് എങ്ങനെ കോർക്കും? എടീ, ഇതിനും വലുതായിട്ട് നമ്മൾ എങ്ങനെ കോർക്കും? ഇതെന്തോന്നാണിത്? ജിൻഡോ, ആക്ച്വലി തനിക്ക് കണക്കൊന്നും അറിഞ്ഞൂടെ? ഇവിടെ കെട്ടിയിട്ട് 4 മുത്ത്. എടോ, തനിക്ക് കണക്കറിഞ്ഞൂടെ? എടോ പേട്ടെ, തനിക്ക് കണക്കറിഞ്ഞൂടെ എന്ന്. അപ്പൊ എല്ലാവർക്കും ചിരി. എനിക്ക് വലിയ ചിരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കക്കാന്ന്. ഇനി ജാസ്മിൻ അവിടെ മുത്ത് കോർക്കുകയാണ്. ഓ, ഇതിലും വലുതായിട്ട്. ഇതിലും വലുതായിട്ട് എങ്ങനെയാടേ മാല കോർക്കണത്? ജിൻഡ, തനിക്ക് ഒരു കാര്യം അറിഞ്ഞൂടെ? ഇവിടെ കെട്ടുന്നത് നമ്മൾ ഇവിടെ കെട്ടി 4 മുത്ത്. 4 മുത്തിന്റെ എന്തുണക്ക കണക്കാടാ താൻ പറയണത് പേട്ടെ? അപ്പൊ ഉടനെ എല്ലാരും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ജാസ്മിൻ ചിരിക്കാൻ മാത്രം എല്ലാവർക്കും അറിയാം. അപ്പൊ ശ്രീരേഖ, ഇതെന്ത് കുട്ടിയാടെ ഇത് എന്തുവാടെ ഇവള് കാണിക്കണത്? ഇവളെന്താ ഇങ്ങനെ? അപ്പൊ നോറ, ഓ, ഇത്ര ചിരിക്കാനായിട്ട് ഒന്നുമില്ല. ഞാനിവിടെ ഫുൾ ഇന്ന് മൊത്തം ഇമോഷണൽ വീക്കായിട്ട് കാണിക്കും. ഞാനില്ല ഇങ്ങനെ ഇത്ര എന്റർടൈൻമെന്റ് ഒന്നും ആർക്കും കൊടുക്കില്ല. ഞാൻ കരഞ്ഞോണ്ട് തന്നെ ഇവിടെ ഇരിക്കും. ജാസ്മിൻ, എന്തുവാണ് തനിക്കിത്? തനിക്ക് മനസ്സിലാവുന്നില്ലേ? തനിക്ക് മനസ്സിലാവുന്നില്ലേ? തന്നെയൊക്കെ ഞാനുണ്ടല്ലോ, മനസ്സിനകത്ത് കിണ്ണം കാച്ചിയ സാധനങ്ങളാണ് തന്നെ വിളിക്കുന്നത് കേട്ടാ. താനെ ഞാൻ വിളിക്കുന്നത് കിണ്ണം കാച്ചിയ സാധനമാണ്. അപ്പൊ സിബിൻ അവിടെ നിന്ന് സിബിൻ കിടന്നു ചിരിക്കുന്നു. അപ്പൊ ജാസ്മിൻ, മരപ്പാഴേ ആണെങ്കിലും താൻ മരപ്പാഴാണെങ്കിലും താനൊരു വെറുമ്പാഴാടോ, വെറുമ്പാഴ് കേട്ടാ. അപ്പൊ ജിൻഡോ, ജയിലിൽ കയറാൻ പാടില്ല. ഇന്ന് ജയിലിൽ ഒരാൾ കയറി ഹഗ് ചെയ്തു. ഹബ്ബ, താൻ ഹബ്ബെന്ന് പറയണത്? ഹബ്ബ അതെന്താണോ അത്? അല്ല, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാടോ. ഞാൻ എന്താണ് തനിക്ക് കാണിച്ചു? താൻ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ജയിലിൽ കയറി താൻ കാണിച്ചു കൊടുക്ക്. താൻ ക്യാമറ വെച്ച് കാണിച്ചു കൊടുക്ക് ജയിലിൽ കയറിയത് ആരാണെന്ന്. ഓ, ഭയങ്കര കോമഡി, ഒരു കോമഡി സ്റ്റാർ വന്നേക്കുന്നു. അപ്പൊ ജാസ്മിൻ, ഞാൻ ജിൻഡോയോട് പാസ്റ്റ് ടെൻസിൽ പറയാണേ, പാസ്റ്റ് ടെൻസിൽ. എന്റെ ആങ്ങളെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഓടിച്ചിട്ട് അടിച്ചേനെ കേട്ടാ. പിന്നെ ഞാൻ പറഞ്ഞു തരുമായിരുന്നു എങ്ങനെ പെരുമാറണം എന്ന്. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, ഒരു ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, പിന്നെ ഈ ഷോയിൽ എങ്ങനെ പെരുമാറണം, ഈ ഷോയുടെ നിലവാരം എങ്ങനെ കാക്കണം എന്നൊക്കെ തനിക്ക് പറഞ്ഞു തന്നേനെ കേട്ടോ ജാസ്മിൻ. അതുകൊണ്ട് ജിൻഡോ, ഞാൻ കരിഞ്ഞ മത്സ്യകന്യകനല്ലേ, അപ്പൊ എനിക്കിതൊക്കെ പറ്റും. അപ്പൊ എല്ലാവരും ചിരിക്കുകയാണ്. കാര്യം കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജാസ്മിൻ വിളിച്ചിട്ടുണ്ട് ജിൻഡോനെ. അപ്പൊ ജാസ്മിൻ, ഓ, അങ്ങനെയാണെങ്കിൽ താൻ എനിക്കൊരു കാര്യം ചെയ്യും, തലയ്ക്കകത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി 2 ആളെ ഇങ്ങോട്ട് വിട്, ഞാൻ അങ്ങോട്ട് തന്നെ തലയ്ക്കകത്തേക്ക് വിടാം. തനിക്ക് പിന്നെ കീ തരാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടല്ലോ. തനിക്ക് ദാനമായി തന്നതാണോ എനിക്ക് കണ്ടന്റ് കേട്ടോ. നാളെ മാല മര്യാദയ്ക്ക് കോർത്തു വെക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ജിൻഡോ, അയ്യോ പേടിപ്പിക്കുന്നു. അയ്യോ, തനിക്ക് കീ തരാൻ ആരും ഇല്ലേ? പോയോ താൻ? തനിക്ക് കീ തരാൻ ആരും ഇല്ലേ താൻ? അയ്യോ, മുത്ത് കൊണ്ടുപോയിട്ട് ഒരു മുത്തും ഒരു കോപ്പി പറയുന്നില്ല ഞാനൊന്നും. അത് കഴിഞ്ഞ് ഋഷി വരുന്നുണ്ട്. എടാ ഋഷി, ഒരു ഐ ലവ് യു പറയടാ. ഋഷി, പറയാൻ പറ്റിയ റൈറ്റ്. എടാ, ഒരു ഹേറ്റ് യു എങ്കിലും പറയടാ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അത്ര വേദനിപ്പിച്ചാൽ മാത്രമേ എനിക്ക് പ്രശ്നങ്ങളുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജിൻഡോയും നന്ദനയും ഡാൻസ് ഒക്കെ കളിക്കുന്നു, ജാസ്മിൻ പാട്ട് പാടുന്നു. അത് കഴിഞ്ഞ് സിബിന്റെ അടുത്താണ് ജാസ്മിന്റെ, താൻ കാണിക്കുന്ന ഓരോന്നിനും തനിക്ക് പണി തരും. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ബിഗ് ബോസ് 6, അയാളെ ഞാൻ അവോയ്ഡ് ചെയ്യണം. മാനിപ്പുലേഷൻ, ഒരു തുള്ളി വൃത്തിയില്ല, മാറിയിരിക്കും. ഒരു തുള്ളി വൃത്തിയില്ല, മാറിയിരിക്കും. തന്നെ പോലെ അത്രയും തരം താന്നിട്ടല്ലടോ. ഇങ്ങോട്ട് നോക്കണോ? ഇങ്ങോട്ട് നോക്കാൻ തന്നെ പോലെ തരം താഴ്ന്നല്ല. മിനിമം ഗഡ്സ് വേണോടോ, ഗഡ്സ്. മുഖത്ത് നോക്കി സംസാരിക്കണം, മുഖത്ത് നോക്കി കേട്ടോ. ഉള്ള മിനിമം ഗഡ്സ് വേണം. അപ്പൊ ജിൻഡോ, ആ നോറ അവിടെ ജീവനോടെ ഉണ്ടോന്നോ, കഷ്ടം തന്നെ. അത് കഴിഞ്ഞ് ഗബ്രി രാത്രി, ടാറ്റാ ടാറ്റാ. അപ്പൊ ജാസ്മിൻ പുറത്ത് കോംബോ ഹിറ്റ് അടിച്ച്,
ഓ എന്ത് ക്യൂട്ടാണ് അവളെ കാണാൻ. ടാറ്റ മോളെ. ഗബ്രി താഴെ കിടന്ന് ലല്ലാ 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 ലാ. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി BB പ്രസിൽ നടന്ന കാര്യങ്ങൾ, ക്യാപ്റ്റൻസി നോമിനേഷൻ. അത് കഴിഞ്ഞിട്ട് സിബിന്റെ പണിഷ്മെന്റ് എഴുതുകയാണ് ബോർഡിൽ. ജാസ്മിൻ ബാ ബാ എന്ന് പറയുന്നു. പവർ ടീം എല്ലാവരെയും വിളിക്കുന്നു, ആരും വരുന്നില്ല. നോറ വരുന്നില്ല. എന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടൊന്നും എനിക്കൊരു പിടിയും കിട്ടണില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എല്ലാ ആഴ്ചയും ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് ജാസ്മിൻ വരുന്നില്ല. എന്തിനു വരണം? ഞാൻ എന്തിനു വരണം? എനിക്ക് പറ്റത്തില്ല വരാൻ വേണ്ടിയിട്ട്. പൂജ നീ ഒന്ന് വാ. ഇല്ല, സോറി പറയണ എന്തിനാണ്? സോറി പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാനല്ലേ. എനിക്ക് പറ്റത്തില്ല വരാൻ, എനിക്ക് പറ്റത്തില്ല. അപ്പൊ പൂജ പിന്നെ എന്ത് ചെയ്യണം? അയാളെ പിടിച്ച് പുറത്താക്കണോ? ഇല്ല, പുറത്താക്കണ്ട, ജനങ്ങൾ പുറത്താക്കിക്കോളും. ശരി ശരി. അപ്പൊ പണിഷ്മെന്റ് എഴുതുകയാണ്. പൂജയാണ് എഴുതുന്നത്. സിബിനെതിരെയുള്ള പണിഷ്മെന്റാണ്. മോശം ഗസ്റ്റർ കാണിച്ചതിന് ശിക്ഷ ജാസ്മിൻ പറയും. 24 മണിക്കൂർ സമയം ജാസ്മിനുണ്ട്. അത് കഴിഞ്ഞ് ഗബ്രിയുടെ മാപ്പാണ്. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഞാൻ ജിൻഡോ ചേട്ടനെ, എന്തോന്ന് ജിൻഡോ ചേട്ടനെ, ഞാൻ കേട്ടിട്ടില്ല. ജിൻഡോ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞതിന് സോറി. അത് കഴിഞ്ഞ് നന്ദന, ദേ നോറ ചേച്ചി വന്നിട്ടില്ല, അതിനും മാപ്പ്. എന്തിന് നോറ വരാത്തതിന് നീ മാപ്പ് പറയണം? എന്തിനും പോർന്ന്, വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ പൂജ നിങ്ങളെല്ലാവരും മാപ്പ് പറഞ്ഞതിന് താങ്ക് യു. അത് കഴിഞ്ഞിട്ട് നോറ, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നീ അവിടെ നിന്ന് കരയും. അപ്പൊ ശ്രീകുമാർ അവിടെ നിന്ന് എന്തെന്നടേ ഇവള് എന്തോന്നാണ്? അപ്പൊ സായി, ഞാൻ അതുകൊണ്ടാണ് ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തത്, അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ടെങ്കിലും എന്തെങ്കിലും മാറട്ടെ. അപ്പൊ ശ്രീകുമാർ, ഇപ്പൊ തന്നെ മാറും, വേറെ പണിയൊന്നുമില്ല, കൂടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും. അപ്പൊ ജാസ്മിൻ, ഞാനിനി പോയിട്ട് പണിഷ്മെന്റ് കൊടുത്തിട്ട് വേണം പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കാൻ. ഓ വലിയ നന്മ കാണിക്കുന്നു, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നെ ന്യായീകരണം നടന്നത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിടിച്ചാ കിട്ടാത്ത ആൾക്കാരെയാണ് ഇവൻ പിടിക്കുന്നത്. ആര്? ഈ സിബിൻ. പിടിച്ചാ കിട്ടാത്തയല്ലടാ, പിടി കിട്ടാത്തേ. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടാ അഭിഷേകൻ, നീ മിണ്ടായിരി. എന്തിനും ഞാൻ മിണ്ടായിരിക്കണം? അയാൾ ടോക്സിസിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അറിയാമോ? നീ കരയാൻ പാടില്ല പോലും. എന്തേ കരയാൻ പാടില്ലേ ഒരാൾക്ക്? കരയാൻ പാടില്ലേ? ഇപ്പൊ നന്ദന കരയണമെങ്കിൽ അയാൾ പറയാണ് ബാത്റൂമിൽ കയറിയിട്ട് കരഞ്ഞാൽ മതി ഒരാണെന്ന്. അപ്പൊ നന്ദന, അത് നല്ലതല്ലേ? എന്താണ് നല്ലത്? നീ എന്താണ് പറയണത്? അല്ല, പിന്നെ ചേട്ടൻ പറഞ്ഞത് നല്ലതാണ്, എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇമാതിരിയുള്ള നീ പോയി സംസാരിക്കുന്നെങ്കിൽ വല്ല നിനക്ക് അവനോട് സംസാരിക്കാൻ പേടിയല്ലേ? അത് തന്നെ. ഇയാളെപ്പോലത്തെ ലോക്കലിനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ആരാടി ലോക്കല്? നിങ്ങൾക്ക് അതൊന്ന് ഭ്രാന്താണ്, വേറെ പണിയൊന്നുമില്ലേ? തത്തറ എന്നൊക്കെ പറഞ്ഞ് നന്ദനെ തെറി വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അത് കുറച്ച് ഇതൊക്കെ വേണം, മറ്റുള്ളവർ പറയണ കേൾക്കണം. പേടിയാണല്ലേ? ആണുങ്ങളോട് കളിക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങളോട് മാത്രം ഇങ്ങോട്ട് കയറി വന്നാൽ മതി. എന്താണ് നീ പറഞ്ഞത്? നിന്റെ അണപ്പല്ല് ഞാൻ പൊട്ടിക്കും, തെറിപ്പിക്കും ഞാൻ, കേട്ടോടി. നീ കൂടുതൽ കളിക്കാൻ പറ്റരുത് കേട്ടോ. അയ്യേ, ഇതെന്തോന്നാണിത്? അയ്യേ. ഓ പിന്നെ ചേട്ടാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ പിണങ്ങും, ഇപ്പൊ കരയും അവിടെ ഇരുന്ന്. നീ എന്നെ അടിക്കടി, അടിക്കാൻ പാടി. അപ്പൊ പിന്നെ ഞാൻ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തല്ലടി. അപ്പൊ എല്ലാരും വരുന്നുണ്ട്, നന്ദനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. പോടി ഇറങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ BB+ അവസാനിക്കുന്നു. അപ്പൊ അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.